അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രസകരമായൊരു അറിവ് പറയുന്നു. ബഹുമാനപ്പെട്ട ശ്വാസങ്ങളിൽ പറയാ, ഇനി ഇതേമാതിരി കുറച്ച് ആൾക്കാരുണ്ടാവും അവിടെ, ശഫാഅത്ത് ചെയ്യാൻ നടക്കുന്ന ആൾക്കാർ. ഒരു കുട്ടികളെ മാതിരി കളി ഉണ്ടാവും അത്ര അവിടെ. ഒരു അങ്ങോട്ട് പാഞ്ഞ് ഇങ്ങോട്ട് പാഞ്ഞ് ഒരു ആൾക്കാരെ കുറിച്ചാണ് നടക്കുക. ആരാണത്? ചില മുഹിബ്ബീങ്ങളായ റസൂലുള്ളാഹിനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്റെ ആൾക്കാർക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഇന്റെ ആൾക്കാർക്കും വേണ്ടി കലഹിക്കുന്ന അങ്ങനെ ഒരു ടീം ഉണ്ടാവും അത്രേ. അപ്പോൾ ഓരോട് അള്ളാഹ് പറയത്രേ, ഇപ്പോൾ പൊയ്ക്കോളി, കാര്യം തീരുമാനമായില്ലേ? ഇല്ല, ഞങ്ങൾ പോരാ. അപ്പോൾ റസൂലുള്ളാഹിനെ ഏൽപ്പിച്ച ആൾക്കാരാണ്. അള്ളാഹ് അവിടെ കൊണ്ടുപോയ ഡ്യൂട്ടി, അവിടെ മലായിക്കത്തിന്റെ ഡ്യൂട്ടിയാണ്. ഞാൻ കൊണ്ട് കൊണ്ടേക്കോളി. ഇവര് പോല അന്തങ്ങൾ പോകത്ത് ഇല്ല, ഞങ്ങൾക്ക് പോകാനായിട്ടില്ല. എന്താ കാരണം? ഞങ്ങളെ കുറച്ച് ആൾക്കാർ ഇവിടെ നരകത്ത് ഇരിക്കുന്നുണ്ട്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുത്തണമെന്ന് പറയത്രേ. എന്താ അങ്ങനെ? അത് ഞങ്ങൾക്കറിയില്ല. നിങ്ങളെ കാര്യം തീരുമാനമായില്ല, ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ഓല വേണം. അപ്പൊ ഞങ്ങളെ സുഹൃത്തുക്കൾ അപ്പൊ ആരാണോ ചോദിച്ചു, ഖാനു യുസല്ലൂന മഅന വഖാനു യസൂമൂന മഅന വഖാനു യഹജ്ജൂന മഅന. അവർ ഞങ്ങളെ കൂടെ നിസ്കരിച്ചോല, ഞങ്ങളെ കൂടെ നോമ്പ് വെച്ചോല, ഞങ്ങളെ കൂടെ ഹജ്ജ് ചെയ്തോല. അള്ളാന്റെ ഔലിയാക്കൾ പറയുന്ന അതാണ്. ഒരു മഹാന്റെ കൂടെ ഒരു 10 നിസ്കരിച്ചാൽ നീച്ചിലാവെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഏറ്റവും പറഞ്ഞതാ, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. ഒരു മഹാന്റെ കൂടെ നോമ്പെടുക്കാൻ പങ്കെടുത്താൽ രക്ഷപ്പെടുന്നു പറയാൻ കാരണം എന്താ? ഇതാണ് സേഫ് മൊയ്ത് മന്ത്രത്തിന്റെ പ്രത്യേകത. ഷെയ്ഖിനെ ബയ്യത്ത് ചെയ്താൽ എൻ്റെ കൂടെ ദിക്ർ ചൊല്ലിയോല, എൻ്റെ കൂടെ അമല് ചെയ്തോല, എൻ്റെ കൈ പിടിച്ച് ബയ്യത്ത് ചെയ്തോല എന്ന് ഒരു പറയില്ലേ? അങ്ങനെ ഓനെ കൊണ്ടുപോകാൻ വേണ്ടി അവിടെ കച്ചറ ഉണ്ടാക്കുന്ന ഒരു ടീം ഇട്ടുന്ന ഭയങ്കര രസാ. എന്നിട്ട് അള്ളാഹ് വരത്തോലോട് ഫഖ്റുജു മിൻഹാ മാ അരിഫ്തും മാ അറഫ്തും. ഓലങ്ങൾ അറിഞ്ഞ ആൾക്കാർക്ക് കൊണ്ടേക്കോളി അറിയത്രേ. നിങ്ങൾ അറിഞ്ഞ ആൾക്കാർക്ക് കൊണ്ടേക്കോളി. ഇമ്മൻ അറഫ്തും, നിങ്ങൾക്ക് അറിഞ്ഞ ആൾക്കാർക്ക് കൊണ്ടേക്കോളി. അപ്പൊ അറിയാം, ഓൽക്ക് അറിയാം. എങ്ങനെ ഓലെങ്ങനെ അറിയാം? ഓലെ പേര് ഫാത്തി ഓതുന്ന ആൾക്കാർ, ഓലെ വയ്യത്ത് ചെയ്ത ആൾക്കാർ, ഓലെ മജീസ് പങ്കെടുത്ത ആൾക്കാർ, ഓലെ അംഗീകരിച്ചിട്ട് ഓലെ വയ്യത്ത് ചെയ്ത് അങ്ങനെ ജീവിച്ച ആൾക്കാർ, അങ്ങനെ വേറെ എപ്പോഴും ഓൽക്ക് അറിയാം. ഓലെ ഖലീഫ അങ്ങനെ റസൂലുള്ളാഹിന്റെ ഖലീഫ ഖിയാമത്ത് നാൾ വരെ ഖിലാഫത്ത് കണക്ഷനുള്ള ആൾക്കാർ ഓലൊക്കെ കൊണ്ടുപോകും. ഇത് ഞാൻ പറയില്ല, ഹബീബുല്ലാഹി റസൂലുള്ളാഹി പറയാ. ഒരു ഹദീസ് കാണാം, ഫിന്നാർ. ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരെ പറ്റി ആദ്യ വിശ്വാസം പറയത്രേ. ഓലെ ശരീരം, ഓലെ മുഖം തീ തിന്നരുതിട്ടോ, ഓലെ കാല് വരെ മതിയിട്ടോ, ഓലെ ഇങ്ങോട്ട് മേപ്പെട്ട് വരരുതിട്ടോ എന്ന് പറയുന്ന. അപ്പൊ എന്താ കാരണം? ഓലെ തീ മൊത്തം തടി, ഓലെ ശരീരം മൊത്തം നശിപ്പിക്കരുതാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ല. കാരണം എന്താ? മഹാന്മാര് പറയാൻ നിങ്ങള് അവരെ ഔലിയാക്കളെ മക്കളാ, ഓലെ ശഫാത്തിയ ഓര് വരും. അപ്പോൾ കണ്ടവർക്ക് വിഷമാവോട് ചെയ്യാൻ പാടില്ല. അവൻ വൈദന്മാരെ കൂട്ടത്തിൽ തെറ്റിന ആൾക്കാരുണ്ടാവുമെന്ന് മനസ്സിലായില്ലേ? അത് വെച്ച് നിങ്ങൾ ശേഖരം കുറ്റം പറയാൻ പോണ്ട. അത് വെച്ച് മസാഹിമാരെ കുറ്റം എന്ന് പറഞ്ഞാൽ തെറ്റിൽ സ്ഥിരമാവും എന്നല്ല കേട്ടോ, ശരീരത്ത് പുച്ഛിക്കുമെന്ന് തന്നെ കേട്ടോ. അത് ശ്രദ്ധിക്കണേ. അങ്ങനെ അതിന്റെ വാദമില്ല. ഇങ്ങനെ അവരെ നശിപ്പിക്കരുത്, തീയോട് ആശ്വാസം പറയുന്ന. എന്നിട്ട് അവരെ ഡ്യൂട്ടി നരകത്തിൽ എടുക്കേണ്ട ഡ്യൂട്ടി കൊണ്ട് സ്വർഗത്ത് കൊണ്ടുപോകുന്ന ഡ്യൂട്ടി മലായിക്കത്തിനാ. അത് മലായിക്കത്തിനല്ല, ഇവർക്കാ കൊടുക്കുക. എന്താ കാരണം എന്നറിയോ? മലായിക്കത്ത് കൊണ്ടുപോകുമ്പോൾ അള്ളാഹ് പുറത്തെടുത്ത് ശിക്ഷ കഴിഞ്ഞിട്ട് കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ ഫുള്ള് കിട്ടി ഓരോ ഓക്കെ അനസം കൊണ്ടുവരികയാണ് എന്നൊക്കെ ജനങ്ങൾ തെറ്റിദ്ധരിക്കും. അങ്ങനെയല്ല. എൻ്റെ ഹബീബിന്റെ ശിഷ്യന്മാരായ ഖലീഫന്മാരായ ഔലിയാക്കൾ പുറത്തിരിച്ച് കൊണ്ടുവരികയാണ്. അള്ളഹാനോട് വാശിച്ച് ജയിച്ചിട്ട് അള്ളാഹ് ശഫാഅത്ത് കൊടുത്തിട്ട് എന്നാ കൊണ്ടേക്കോളി, നിങ്ങൾ ആ അഭിമുഖ ആൾക്കാരെ സല്ലാഹു കൊണ്ടേക്കോളി എന്ന് ഔലിയാക്കൾ ശഫാഅത്ത് ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാരാണെന്ന് അറിയിക്കാൻ വേണ്ടി തന്നെ അവരെ മലായിക്കത്തിന് ഏൽപ്പിക്കാതെ മഹാന്മാരെ ഏൽപ്പിക്കും എന്നാ. അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഇതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് മത്തസാ. അപ്പൊ ഔലിയാക്കളെ സ്ഥാനം മനസ്സിലായില്ലേ? ശ്രദ്ധിക്കണം കേട്ടോ. നിസ്കാരമില്ലാത്ത, നോമ്പില്ലാത്ത കള്ളന്മാരെ കുറിച്ചല്ല ഞാൻ പറയണത്. മശായിഖന്മാർ, ഒറിജിനൽ മുറബിയായ മശായിഖന്മാർ, ഏത് ഹബീബ് ആറസ്വാസം വരെ സിൽസിലയുള്ള ശരീഅത്തുള്ള പരിശുദ്ധമായ തൗഹീദുള്ള റസൂലുള്ളാഹികൾ ഇല്ലെങ്കിൽ അള്ളാഹു ഇല്ലല്ലേ ഒരു കാര്യം ഞാൻ മനസ്സിലായില്ലേ? ഇവിടെ എല്ലാം റസൂലുള്ളാഹികളാ, ഈമാൻ തന്നെ വിശ്വാസങ്ങളാ. പിന്നെ എന്ത് ത്വരീഖത്ത് വിശ്വാസം ഇല്ലാത്ത എന്ത് ത്വരീഖത്തിന് ഈമാൻ എന്ന് പറയോ? അതും വഹാബികളും സൈമാവില്ലേ? പോലെ യാത്ര അള്ളാഹിലേക്കാണ്. അത് പേവാ റസൂലുള്ളാഹിക്ക് യാത്ര ചെയ്യണം. റസൂൽ ചോദിക്കും മത്തസാ, ഒരു സഹാബി എന്ന് ചോദിച്ചതാ. അപ്പൊ റസൂൽ ചോദിച്ചു മാ ആത്തുലഹ കബീറ സ്വലാത്തി വസ്സിയാം വല സദഖ. വേറെ റിവായത്ത് പറയുന്നത് ലാ ചെയ്യുന്ന ഒന്നുമില്ല എൻ്റെ അടുത്ത്. അപ്പൊ എപ്പോഴാണ് ഖിയാമത്ത് നാള്? നിങ്ങൾ എന്തായാലും ഒരുങ്ങികള് വെച്ചു. ഞാൻ ഒരുങ്ങിയിട്ടില്ല, വലിയ സ്കാരം ഓമൊന്നും എനിക്കില്ല. വേറെ റിവായത്ത് കാണാം, ഒന്നുമില്ല റസൂലുള്ളാ, ഇന്നി യുഹിബ്ബുല്ലാഹ വ റസൂല, ഞാൻ അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്നു, വേറെ ഒന്നും എൻ്റെ അടുത്തില്ല എന്ന് പറയും എന്നാ. അപ്പൊ റസൂലുള്ളാഹി പറയും മറുപടി, നീ ആരെയാണോ സ്നേഹിക്കുന്നത് നീ ഓരോ കൂടെ ആയിരിക്കുന്ന. ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ കൂടെ ആയിരിക്കും. മുഹബത്ത്, രക്ഷപ്പെടാനുള്ള പൈത്. ശ്വാസങ്ങളെ കൊച്ചാക്കിയാൽ ഒരു പൈതുമില്ല എന്നർത്ഥം. ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ നമ്മൾ പറയണത് എന്തിനാറിയോ? ഈമാൻ മനസ്സിലായില്ലെങ്കിൽ നമ്മള് അമലുമ്പോ കൂടി വലിയ വലിയ താടി നെറ്റിമുള്ള നിസ്കാരാകുമ്പോൾ കണ്ട് പേടിച്ചു പോകും. അപ്പൊ നമ്മളെ വിശ്വാസം നഷ്ടപ്പെട്ട്
മുക്കാഭാഗം ആൾക്കാരൊന്ന് വഴിമാറിക്കൊണ്ടിരിക്കുക. അത് പഠിപ്പിക്കാൻ തന്നെ ഇങ്ങനെയൊക്കെ പറയണത്. നമുക്ക് ആരും ശത്രുക്കളില്ല, എല്ലാവരും രക്ഷപ്പെടണം. അതിനതൊക്കെ ഓപ്പണായി പറയണത്. ഇസ്കാസിന്റെ ഹദീസ് കാണാം. റസൂലുള്ളാഹിങ്ങൾ ചോദിക്കാണ്, ഏറ്റവും അഅജബായ ഈമാൻ ആരുതാന്ന് അറിയുമോ? ഏറ്റവും അഅജബായ ഈമാൻ, ഏറ്റവും അത്ഭുതകരമായ ഈമാൻ ആരുതെന്ന് അറിയുമോ? അവ സഹാബാക്കൾ മറുപടി പറഞ്ഞു, മലായിക്കത്തിന്റെ അല്ലേ യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലായിക്കത്തോ? ഓരെപ്പോഴും അള്ളാഹിന്റെ കൂടെ അല്ലേ? ഓർക്ക് ഈമാൻ എന്താ അത്ഭുതം? അതെന്താ അത്ഭുതം? അപ്പൊ മലായിക്കത്തിലല്ല, എന്നാ അമ്പിയാക്കന്മാരാണോ? എന്താണ് അമ്പിയാക്കന്മാരോ? ഓൾക്ക് വഹി അറിഞ്ഞില്ലേ? പിന്നെ ഓൾക്ക് എന്താ ഈമാനിന് അത്ഭുതം? ഓൾക്ക് അള്ളാഹ് നേരിട്ട് ഇൽമ പറഞ്ഞു കൊടുക്കല്ലേ? എനിക്ക് ഈമാനാണ് എന്താ അത്ഭുതം? അമ്പിയാക്കന്മാരല്ലേ? എന്നാ പിന്നെ ഫനാഹനു, അപ്പൊ ഞങ്ങളേക്കാരല്ലേ? നിങ്ങളോ? നിങ്ങൾ എന്റെ മുമ്പിലല്ലേ? നിങ്ങൾ എന്റെ മുമ്പിൽ, എന്റെ ശബ്ദം, എന്റെ പുഞ്ചിരി, എന്റെ സ്നേഹം, എന്റെ ജീവോടെ ജീവിച്ച അത്ഭുതങ്ങൾ, ചന്ദ്രനെ പുലർത്തിയത് മുതൽ വെള്ളലിരുന്ന് വെള്ളം വരുന്നത്, നിങ്ങൾ എന്തെല്ലാം അത്ഭുതം ഞാൻ അർശം കുറിച്ച് ലോകനെ കുറിച്ച് പഠിപ്പിച്ചിരുന്നത് എന്റെ മുഖത്തുനിന്ന് ഇൽമ പഠിച്ചവരല്ലേ? എത്രപ്പ അതിലിത്ര അത്ഭുതം? നിങ്ങളാണ് എന്താ അത്ഭുതം? പിന്നെ ആരായാ റസൂലുള്ളാഹ്? അപ്പോൾ റസൂലുള്ളാഹി പറയാ, എന്റെ ശേഷം വരുന്ന എന്റെ ഉമ്മത്താണ്. അവരെന്നെ കണ്ടിട്ട് പോലുമില്ല, അവർക്കിന്നെ അറിയില്ല. തൂബാ ലിമൻ റആനി. അത് എന്നെ കണ്ടവർക്ക് സന്തോഷമുണ്ട്, എന്നാൽ എന്നെ കാണാതെ കണ്ടവർക്ക് സന്തോഷമുണ്ട്. എന്നെ കാണാതെ എന്നെ സ്നേഹിച്ചവരാണ് അവര്, അവർക്ക് ഇത് സന്തോഷമുണ്ട്. ഇന്ന അശദ്ദ മിൻ ഉമ്മത്തി ലി ഹുബ്ബൻ അല്ലദീന യഅ്തൂന ബഅദി ലം യറൗനി വഅയ്യു അഹദിൻ മിൻഹും യകുൻ ലഹു റആനി മിഅനി വമാലി. അതറിയോ, എന്നെ കാണാതെ എന്നെ സ്നേഹിച്ചവരാണ് ഏറ്റവും അശ്രദ്ധായ എന്നിലേക്ക് ഹുബ്ബുള്ള എൻ്റെ ഉമ്മത്ത്. അപ്പൊ ഞമ്മക്ക് റസൂലുള്ളാഹിങ്ങളാണ് വരാൻ പോകുന്ന എന്നെ കാണാതെ എന്നെ സ്നേഹിച്ചവർ. ഇവരാണ് എൻ്റെ ഉമ്മത്ത് എന്നാ പറയുന്നത്. ഇതെങ്ങനെയെന്ന് മനസ്സിലാക്കണം, നമുക്കറിയണ്ടേ. ഒരു ചരിത്രം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദിന്റെ കാലത്ത്, അപ്പൊ നമ്മൾ പറയണം, റസൂലുള്ളാഹിങ്ങളെ കാണാതെ സ്നേഹിച്ച നമ്മുടെ ഉമ്മത്തിനെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. ഒരു സെക്കൻഡ് അവിടുത്തെ ഐബാക്കിയ കഥ പോയി, തൗബ ചെയ്യ കഥ കഴിഞ്ഞു. എന്നാൽ ഈമാന്റെ തെറ്റിയതാലും ശിക്ഷ കഴിഞ്ഞ് ലോകത്ത് പോവാ ആ ഈമാനും കൊണ്ട്, ആ മുഹബത്ത് കൊണ്ട്. അവിടുത്തെ കൊച്ചാക്കി എത്ര ഐബാത്ത് ചെയ്തിട്ടും കാര്യമില്ല, എത്ര അലിമിന്റെ അറിവുണ്ടായിട്ടും കാര്യമില്ല, നരകത്തേക്കാന്ന് ഉറപ്പിച്ചോളീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.